നിങ്ങൾക്ക് ആരെങ്കിലോട് ലവ് ഉണ്ടോ? പ്രണയം സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരാകുമ്പോൾ പരസ്പരം സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്നവരുണ്ടാവും. ഇതിനെ അറബിയിൽ സാധാരണ ഈ പ്രേമം എന്നുള്ളതിനെ പറയുന്നതാണ് ഹുബ്. പല ആളുകൾക്കും അറിയും ഹുബ്. ഈ ഹുബുള്ള ആളാണ് നമ്മൾ ഹബീബ്, ഹബീബ്റ്റി അല്ലെങ്കിൽ പിന്നെ ഹബീബി എന്നൊക്കെ വിളിക്കാറുള്ളത്. അപ്പോൾ ഹുബ് എന്നുള്ളതാണ് പ്രണയത്തിന്. പിന്നെ ഇഷ്ക് എന്ന് പറയാറുണ്ട്. പിന്നെ പല രൂപത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. കൂടുതലും മൊത്തത്തിൽ അറബിയിൽ അറിയുന്ന ഒരു വേർഡാണ് ഹുബ് എന്ന് പറയുന്നത്. ഈ ഹുബ് എന്നുള്ള പദത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ ഹുറൂഫൽ ഹജാഇയലി ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയുടെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങുന്നതാണ് ഹ. അതേപോലെ ബ എന്ന് പറയുന്നത് ഏറ്റവും അവസാനിക്കുന്ന ചുണ്ടിൽ നിന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ ഈ ഏറ്റവും മുതൽ ഏറ്റവും വരെ 2 ഹർഫുകൾ കൂട്ടി ചേർത്തിട്ടുള്ള ഒരു പദം കൂടിയാണ് ഹുബ്. നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അഹിബക് എന്നാണ് പറയുക. സാധാരണ ലിറ്ററേച്ചർ അറബിയിൽ ഹെബുക്ക എന്നെഴുതും. അതല്ലാത്തതിലൊക്കെ പിന്നെ സ്പോക്കണിൽ പറയുമ്പോൾ അഹിബക് എന്നാ പറയുക, അല്ലെങ്കിൽ ബഹിബക് എന്നും പറയും. ബഹിബക് ഇതേ കാര്യം തന്നെ ഒരു സ്ത്രീയോട് പറയുമ്പോൾ പിന്നെ കുവൈത്തിലും ഇമറാത്തിലും ബഹ്റൈനിലൊക്കെ ബഹിബച്ച് അല്ലെങ്കിൽ അഹിബച്ച് എന്ന് പറയും. പറയുന്ന ആളോട് നോക്കിയും കണ്ടൊക്കെ പറയുന്നു മാത്രം. ഇതേപോലെ നമുക്ക് അറബികളായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ അറബിക് ലാംഗ്വേജ് ഹബിൻ്റെ പേജ് ഫോളോ ചെയ്യുക. അതേപോലെ നമുക്ക് കോഴ്സ് വഴി ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി ഇത് പഠിക്കാൻ പറ്റും. അതിനുവേണ്ടി അറബിക് ലാംഗ്വേജ് ഹബിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക.